കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ പുസ്തക പരിചയം. ഇന്നത്തെ പുസ്തക പരിചയത്തിൽ ശ്രീ KV മോഹൻകുമാറിൻ്റെ എടലാക്കുടി പ്രണയരേഖകൾ എന്ന പുസ്തകം ഡോക്ടർ A മുഹമ്മദ് കബീർ അവതരിപ്പിക്കുന്നു. സാക്ഷാത്കാരം ആശ്രാമം ഭാസി ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റും വയലാർ അവാർഡ് ജേതാവുമായ KV മോഹൻകുമാറിൻ്റെ എടലാക്കുടി പ്രണയരേഖകൾ എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഡോക്ടർ A മുഹമ്മദ് കബീർ. പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും അനുസ്യൂതമായ പ്രയാണമാണ് മനുഷ്യജീവിതം. ചരിത്രമാകെ ഇത്തരം പോരാട്ട കഥകൾ കൊണ്ട് നിറഞ്ഞതാണ്. നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റാനും ഒരു പുതിയ ലോകം രൂപപ്പെടുത്താനുമായി സ്വന്തം ജീവിതം ത്യജിച്ച അനേകം പോരാളികളുണ്ട്. അവർ പലപ്പോഴും ചരിത്രത്തിന് മുൻപേ നടന്നവരാണ്. മഹാകവി കുമാരനാശാൻ പറഞ്ഞതുപോലെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കിയ വിവേകികളായിരുന്നു ആ പോരാളികൾ. കാലമെത്ര കഴിഞ്ഞാലും അവരുടെ പോരാട്ടവീര്യവും അവരുയർത്തിയ മുദ്രാവാക്യങ്ങളും അന്തരീക്ഷത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഓർമ്മകൾ സൃഷ്ടിക്കുന്ന കരുത്തിൽ പുതിയ തലമുറ ആവേശപൂർണമായ മുന്നേറ്റം നടത്തും. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ ധീരദേശാഭിമാനിയായിരുന്നു P കൃഷ്ണപിള്ള. അധ്വാനവർഗത്തിൻ്റെ വിമോചനം സ്വപ്നം കണ്ടു ജീവിച്ച കൃഷ്ണപിള്ള എന്ന മനുഷ്യസ്നേഹിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കാലം നിശ്ചലമാകും. ഏതു പ്രതിസന്ധിയിലും തളരാതെ അസാമാന്യമായ നെഞ്ചുറപ്പും കരുത്തും സൂക്ഷിച്ച കൃഷ്ണപിള്ളയുടെ അന്ത്യനിമിഷങ്ങൾ പൊള്ളുന്ന ഒരു ഓർമ്മചിത്രമായി നമ്മളിൽ അവശേഷിക്കുന്നു. ഭൂരിപക്ഷം പേരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നവരാണ്. അപൂർവം ചിലരാകട്ടെ മരിച്ചതിന് ശേഷവും ജീവിക്കുന്നു. മരണത്തിനപ്പുറവും ജീവിച്ചിരിക്കുന്ന അപൂർവ വ്യക്തിത്വത്തിനുടമയായ P കൃഷ്ണപിള്ളയുടെ ജീവിതവും പ്രണയവും സന്നിവേശിപ്പിക്കുന്ന നോവൽ കാവ്യമാണ് KV മോഹൻകുമാറിൻ്റെ എടലാക്കുടി പ്രണയരേഖകൾ. 23 അധ്യായങ്ങളാണ് ഈ നോവലിനുള്ളത്. ഓരോ അധ്യായവും ധ്വനിസാന്ദ്രമായ വാക്കുകൾ കൊണ്ട് സമ്പന്നമാണ്. കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വലിയൊരു ക്യാൻവാസിൽ മഹത്തായ ഒരു കലാസൃഷ്ടിക്ക് രൂപം നൽകുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. ഭാഷാപ്രയോഗത്തിൽ അസാമാന്യമായ കൈവഴക്കം നോവലിസ്റ്റ് പ്രകടിപ്പിക്കുന്നു. വിപ്ലവത്തിൻ്റെ അഗ്നിയോടൊപ്പം പ്രണയാഗ്നി കൂടി പടരുന്ന മനസ്സുമായി എടലാക്കുടി ജയിലിൽ കഴിയുന്ന സഖാവ് P കൃഷ്ണപിള്ളയുടെ മാനസിക വ്യാപാരങ്ങളെ യഥോചിതം അവതരിപ്പിക്കുന്നതിൽ നോവലിസ്റ്റ് പൂർണ്ണമായും വിജയിക്കുന്നു. എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള സാമൂഹ്യ പശ്ചാത്തലമൊരുക്കാനുള്ള പോരാട്ടത്തിനിടയിൽ കൃഷ്ണപിള്ളയുടെ പ്രണയവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു. ജയിലറയ്ക്കുള്ളിലെ മനം മടുപ്പിക്കുന്ന ഏകാന്തതയ്ക്കിടയിൽ പുറം ലോകവുമായി ബന്ധപ്പെടാനും സഖാക്കളുമായി ആശയവിനിമയം സാധ്യമാക്കാനും കൃഷ്ണപിള്ളയുടെ സഹായത്തിന് അവിചാരിതമായി തങ്കമ്മ എന്ന 17കാരി രംഗപ്രവേശം ചെയ്യുന്നു. തങ്കമ്മയും കൃഷ്ണപിള്ളയും തമ്മിലുള്ള ബന്ധത്തിന് വഴിയൊരുക്കുന്നത് രണ്ടുപേർക്കും ഹിന്ദി ഭാഷയിലുള്ള പ്രാവീണ്യമാണ്. അയ്യൻപിള്ള പോലീസ് തങ്കമ്മയെ കണ്ടെത്തുന്നത് വളരെ അവിചാരിതമായിട്ടാണ്. ജയിലിനുള്ളിൽ വായനയും എഴുത്തുമായി കഴിയുന്ന കൃഷ്ണപിള്ളയോട് അയ്യൻപിള്ള പോലീസിന് തോന്നുന്ന സ്നേഹബഹുമാനങ്ങളുടെ പ്രതിഫലനമായാണ് അയ്യൻപിള്ള തങ്കമ്മയെ കണ്ടെത്തുന്നത്. കൃഷ്ണപിള്ളയ്ക്ക് വായിക്കാനായി ഹിന്ദി പുസ്തകങ്ങൾ തങ്കമ്മയിൽ നിന്ന് വാങ്ങിയെത്തിക്കുന്ന അയ്യൻപിള്ള പോലീസ് ഒരേ സമയം കൃഷ്ണപിള്ളയുടെ പാർട്ടി പ്രവർത്തനത്തിനും പ്രണയജീവിതത്തിനും അറിയാതെ ദൂത് നിർവഹിക്കുകയാണ്. പുസ്തകത്തിൻ്റെ പുറംപൊതിക്കുള്ളിൽ സംഘടനാ സന്ദേശവും പ്രണയ സന്ദേശവും ഹിന്ദിയിൽ എഴുതി തങ്കമ്മയുടെ കൈവശമെത്തിക്കുന്ന കൃഷ്ണപിള്ളയുടെ തന്ത്രം ഏറ്റവും അനുയോജ്യം തന്നെ. സംഘടനാ സന്ദേശം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഉചിതമായ കൈകളിലെത്തിക്കുന്ന തങ്കമ്മയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരകയായി മാറുന്നു.
ഏറെക്കാലത്തെ തടവ് ജീവിതത്തിന് ശേഷം പുറത്തെത്തുന്ന കൃഷ്ണപിള്ള തങ്കമ്മയെ ജീവിത സഖിയാക്കുന്നതോടെ പ്രണയ ജീവിതത്തിന് ശുഭാന്ത്യമാകുന്നു. കൃഷ്ണപിള്ളയുടെ പ്രണയ ജീവിതത്തിനുണ്ടാകുന്ന ശുഭാന്ത്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഒളിവ് ജീവിതം എപ്പോഴും അനിവാര്യമായി. സദാ കർമ്മനിരതനായിരിക്കുകയാണ് ഒരു വിപ്ലവകാരിയുടെ ജീവിതത്തിന് അനുയോജ്യമെന്ന കാഴ്ചപ്പാടാണ് കൃഷ്ണപിള്ളയെ നയിച്ചത്. ഷെൽട്ടറുകൾ മാറി മാറി സഞ്ചരിക്കുമ്പോൾ അകലെയുള്ള പ്രഭാതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സു നിറയെ. അത്തരമൊരു സ്വപ്ന സഞ്ചാരവേളയിലാണ് മരണം ഒരു പാമ്പിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ തേടിയെത്തുന്നത്. പാമ്പുകടിയേറ്റ് മരണാസന്നനായി കിടക്കുമ്പോഴും പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സു നിറയെ. സഖാക്കളെ മുന്നോട്ട് എന്ന അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്നും പിൽക്കാല പ്രവർത്തകർക്ക് സഞ്ജീവനി മന്ത്രമാണ്. മരണചിന്ത ഒരൊഴിയാബാധയായി മനുഷ്യ മനസ്സിലെപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജീവിതത്തോടുള്ള ഒടുങ്ങാത്ത ആസക്തിയാണ് അതിന് അടിസ്ഥാനം. മരണം അടുത്തെത്തുമ്പോഴും നിസ്സംഗതയോടെ അതിനെ നേരിടുന്നവരുമുണ്ട്. അവർക്ക് മരണം കാൽപ്പനികമായ ഒരനുഭവമാണ്. കൃഷ്ണപിള്ളയുടെ മരണത്തെ കാൽപ്പനികമായ ഒരനുഭവമാക്കി മാറ്റുന്നതിൽ നോവലിസ്റ്റ് വിജയിക്കുന്നു. ചരിത്രവും ഭാവനാംശവും ഇടകലർന്നൊരുക്കുന്ന പ്രണയവഴികളിലൂടെ വികസിക്കുന്ന നോവലിൻ്റെ ഭാഷാഘടനയാണ് ഏറെ ശ്രദ്ധേയം. തമിഴും ഹിന്ദിയും മലയാളവും ഇടകലരുന്ന ത്രിവേണി സംഗമമായി നോവൽ മാറുന്നു. വീരപുരുഷനായ കൃഷ്ണപിള്ളയുടെ സ്വകാര്യ ജീവിതത്തെ ഉദാത്തമായ വർണ്ണഭംഗിയോടെ ആവിഷ്കരിക്കുമ്പോഴും യാഥാർത്ഥ്യമായി നീതി പുലർത്താനുള്ള സമീപനവും നോവലിസ്റ്റ് പിന്തുടരുന്നുണ്ട്. ആഖ്യാനത്തിലുടനീളം സംഭാഷണത്തിൻ്റെ തനിമയാർന്ന ശൈലിയാണ് നിറയുന്നത്. കൃഷ്ണപിള്ളയും തങ്കമ്മയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ വളർച്ച ഈ ശൈലിയിലൂടെ വായനക്കാർ അനുഭവിക്കുന്നു. ഒരർത്ഥവൃത്തത്തെ മറ്റൊരർത്ഥവൃത്തം കൊണ്ട് വരച്ച് പൂർണ്ണമാക്കുന്ന ബഷീറിയൻ ശൈലിയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരിക. എല്ലാ കാലവും വർത്തമാനകാലമാണെന്ന KP-യപ്പൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ രചിക്കപ്പെട്ടതെന്ന തോന്നൽ നമുക്കുണ്ടാവുന്നേയില്ല. മരണവും പ്രണയവും ഇടകലരുന്ന ബോധധാരാ രീതിയിലുള്ള ആഖ്യാന വിസ്മയത്തിലൂടെ വർത്തമാനകാലത്തിൻ്റെ സാന്നിധ്യമാണ് വായനക്കാരൻ അനുഭവിക്കുന്നത്. ഒന്നാം അധ്യായത്തിൽ കൃഷ്ണപിള്ളയ്ക്ക് പാമ്പുകടിയേൽക്കുന്ന സന്ദർഭം അവതരിപ്പിക്കുന്നു. വിഷം ശരീരത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഭൂതകാലം ഒരു ചിത്രത്തിലെന്ന പോലെ കൃഷ്ണപിള്ളയുടെ മനസ്സിൽ വന്നു നിറയുന്നു. ആ സന്ദർഭത്തെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നും മിണ്ടാനാവുന്നില്ല, നാവ് കുഴയുന്നു, പാതിയടഞ്ഞ കണ്ണുകളിൽ പുക പരക്കുന്നു. കണ്ണടഞ്ഞതും ആ ചുവപ്പ് പൂവ് തെളിഞ്ഞു വന്നു. അതിൻ്റെ ഓരോ ഇതളും ഇറുന്നു വീഴുകയാണ്. മരണം ഇതൾ കൊഴിയുന്ന ചുവന്ന റോസാപ്പൂവാണോ? മരണത്തിന് നിറവും മണവുമുണ്ടോ? ചുറ്റും ഇരുട്ട് വന്ന് മൂടുമ്പോഴും ആ പൂവിനെന്തൊരു ചോരച്ചുകപ്പ് തിളക്കം. ശ്വാസം കിട്ടണില്ല. സഖാവ് മൂക്ക് വിടർത്തി അകത്തേക്ക് ആഞ്ഞു വലിച്ചു. കടിവായിലെ ചോരയുടെയും നാണപ്പൻ്റെ അമ്മ തേച്ചേച്ച് പോയ ചുണ്ണാമ്പിൻ്റെയും മണം. മരണത്തിൻ്റെ ചൂര്, നാഡീ ഞരമ്പുകളിലൂടെ ഇഴഞ്ഞുകയറുന്ന കടച്ചിൽ, കൂട്ടം പിഴച്ച കഴപ്പനെറുമ്പുകൾ. മരണാസന്നനായി കിടക്കുന്ന സഖാവിൻ്റെ ചിന്തയിലൂടെ വികസിക്കുന്ന നോവൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ വെളിവാക്കിക്കൊണ്ട് അവസാനിക്കുമ്പോൾ ഒരു ചരിത്രയുഗം അവസാനിക്കുകയാണ്. ഇരുണ്ട പാതയ്ക്കിരുപുറവും വരിവരിയായി നിന്ന് ചെങ്കൊടി വീശി സഖാക്കൾ ആർത്തു വിളിക്കുകയാണ്: ഇൻകുലാബ് സിന്ദാബാദ്. സഖാവ് അവർക്കിടയിലൂടെ നടന്നു. വഴിനീളെ ചെങ്കൊടികളുടെ പ്രളയം. ദൂരെ ചുവന്ന സൂര്യൻ ഉദിച്ചു വരാറായി. ഇരുൾ മൂടിയ കൺമറയത്ത് ആ ചുവന്ന പൂവ്, അതിൻ്റെ അവസാനത്തെ ഇതളും ഇറുന്നു വീഴുകയാണ്. P. കൃഷ്ണപിള്ളയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള അനേകം കൃതികൾ ഇതിനോടകം രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷത്തെ മുൻനിർത്തി തികച്ചും നാടകീയമായ രീതിയിൽ രചിക്കപ്പെട്ട കൃതി എന്ന വിശേഷണമാണ് KV മോഹൻകുമാറിൻ്റെ എടലാക്കുടി പ്രണയരേഖകൾ എന്ന നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. ചെറിയ വാക്യങ്ങളിലൂടെ തീരെ ചെറിയ അധ്യായ വിഭജനത്തിലൂടെ വളർന്ന് ഒരു മഹാനദിയായി നോവൽ ഒഴുകിപ്പരക്കുന്നു. മഞ്ഞും മഴയും പോലെ, മഴയും വെയിലും പോലെ പ്രണയവും മരണവും ഒന്നിച്ചെത്തുന്ന എടലാക്കുടിയിലെ പ്രണയരേഖകൾ
വായനയുടെ ഒരു പുതിയ വസന്തത്തെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നിസ്സംശയം പറയാം. സഖാവ് പി കൃഷ്ണപിള്ളയുടെ പ്രണയജീവിതത്തെ മുൻനിർത്തി എഴുതപ്പെട്ട നോവൽ, വിപ്ലവവും പ്രണയവും വായനയും പുസ്തകങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ കൃതി പ്രസിദ്ധീകരിച്ചത് ചിന്താ പബ്ലിഷേഴ്സാണ്. വില 90 രൂപ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകരിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പുസ്തക പരിചയം. ശ്രീ KV മോഹൻകുമാറിൻ്റെ എടലാക്കുടി പ്രണയരേഖകൾ എന്ന പുസ്തകം ഡോക്ടർ A മുഹമ്മദ് കബീർ അവതരിപ്പിച്ചതാണ്. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.